പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന നയനയോട് ആദർശ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയുവാണ്, ഉള്ള സത്യങ്ങളെല്ലാം അമ്മ അപ്പച്ചിയോട് വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അപ്പച്ചി ഇപ്പം ശകലം ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് എനിക്ക് ഇന്നാണ് കറക്റ്റ് ബോധ്യമായത് എന്ന് ആദർശ് പറയുമ്പം അത് കേട്ട് നിൽക്കുന്ന നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് നയനയുടെ റൂമിൽ നിന്നും സ്വർണം ജലജയും അഭിയും എടുത്തുകൊണ്ട് പോയ കാര്യം ദേവയാനിയോട് പറയുന്നു. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അറിയുന്നു. അന്നേരം ഇത് ചോദിക്കാൻ വേണ്ടി ദേവയാനി ജലജയോട് താഴോട്ട് ചെല്ലാൻ പറയുക. അന്നേരം ജലജ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ചോദിക്കുവാണ്, അതെ ഏട്ടത്തി, ഇനി അവൻ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ അവൻ മാത്രമല്ല പ്രശ്നക്കാരൻ, നീയും പ്രശ്നക്കാരിയാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് താഴേക്ക് വരാൻ നോക്ക്, മോനെയും വിളിച്ചുകൊണ്ട് എന്ന് ദേവയാനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴെ പോയി നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ, മുത്തശ്ശനൊക്കെ ഉണ്ട്. സ്വർണം എടുത്തോ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവരുടെ റൂമിൽ കയറിയിട്ടുമില്ല, സ്വർണം എടുത്തിട്ടുമില്ല എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അപ്പച്ചി അങ്ങനെ പറയുവാണെങ്കിൽ ഞാനും ഉറപ്പിച്ച് തന്നെ പറയും അപ്പച്ചിയാണ് സ്വർണം എടുത്തതെന്ന്, അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറയുമ്പം ജലജ തിരിച്ചു ചോദിക്കുവാണ്, നിൻ്റെ കയ്യിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. അന്നേരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇറങ്ങി വരുന്നു. ആദർശിനെ കണ്ട് ആകെ ഞെട്ടി കണ്ണ് രണ്ടും ബൾബ് പോലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജലജയുടെയും അബിയുടെയും. ഏതായാലും ആദർശിനെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന അവരെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ.